ജില്ലാ മുഷാവറ അംഗം ഹംസ ഫൈസി ഹൈത്തമിയെ സസ്പെൻഡ് ചെയ്തു. സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിച്ചെന്ന പരാതിയിലാണ് നടപടി. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, നടപടിയുടെ വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ അറിയാൻ കഴിയുന്നു നമുക്ക്? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സജീവ ചർച്ചകൾ നടന്നിരുന്നത്. ഇന്നിപ്പോൾ സമസ്തയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട മുഷാവറ കോഴിക്കോട് ചേർന്നിരുന്നു. അല്പസമയം മുമ്പാണ് മുഷാവറ അവസാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം 40-ാം ദിവസം നടക്കുന്ന ഒരു മരണാനന്തര ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഈ ജനറൽ സെക്രട്ടറി, പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ മുഷാവറ യോഗം സംയുക്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുവരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള മുഷാവറ അംഗമായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർക്കാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൂടിയാണത്. ഇന്നത്തെ മുഷാവറ യോഗത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മുഷാവറ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അടുത്ത മുഷാവറയിൽ ഈ മരണാനന്തര ചടങ്ങുകൾ 40-ാമത്തെ ദിവസം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് മുഷാവറ സംയുക്തമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്നിപ്പോൾ സമസ്ത മുഷാവറയിൽ സംഭവിച്ചിരിക്കുന്നത് സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായിട്ടുള്ള ഹംസ ഫൈസി ഹൈത്തമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വെച്ച്, വാഫി അലൂമിനി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ച് അദ്ദേഹം സംസാരിച്ച പല പ്രസ്താവനകളും പരാമർശങ്ങളും അത് സമസ്തയുടെ തന്നെ സംഘടനയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന രീതിയിലുള്ള പരാതികളുണ്ടായിരുന്നു. ഈ പരാതികളെ തുടർന്ന് ജില്ലാ മുഷാവറ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇദ്ദേഹത്തെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായ നേതാവാണെന്നുള്ളതാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ വെച്ച് സമസ്തയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇദ്ദേഹം സംസാരിച്ചു എന്നുള്ളതായിരുന്നു പല ദിക്കുകളിൽ നിന്നായി ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ. അതേസമയം ഇദ്ദേഹത്തെ അനുകൂലിച്ചും ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതായത് സമസ്തയുടെ ജില്ലാ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും താൽക്കാലിക ചുമതല MT അബ്ദുള്ള മുസ്ലിയാർക്ക് നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾ നടന്നതിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള വയ്യോട് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് ഈ ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കും. പ്രഖ്യാപനം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ ആളും പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് പല ആളുകളും ചോദിച്ചു, എന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ പറയാൻ കാരണം? ഇതൊക്കെ ഒരുപാട് കാലത്തെ പരിചയം കൊണ്ട് നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം ആ തരത്തിലാണല്ലോ പ്രസംഗം വന്നത്. ആരെയും കൂസാതെ വളരെ അഹങ്കാരപൂർവ്വമുള്ള പ്രസംഗമായിരുന്നു അത്. ഇതേപോലെ മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗം കേട്ടപ്പോഴും പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഈ വീഡിയോയിലും ഈ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ഇട്ടതും അതേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതറിയാൻ ഒരു സ്വാഭാവികമായ സാധാരണ ബുദ്ധി മതി. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ആർക്കും സ്വാധീനിക്കാനോ ആർക്കും അങ്ങ് ഉപദ്രവിച്ച് തലേ കയറി നിരങ്ങാനൊന്നും പറ്റൂല എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായി അൽഹംദുലില്ലാ ഈ തീരുമാനം സമസ്ത എടുത്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം സമസ്തയുടെ അസ്തിത്വം അത് ഉയർത്തിപ്പിടിച്ച ഒരു തീരുമാനം തന്നെയാണ് ഇത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ മാധ്യമങ്ങളൊക്കെ അവർക്ക് റീച്ച് കിട്ടാൻ ലീഗ് അനുകൂല പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൊലിപ്പിക്കുന്നുണ്ട്. അതൊന്നും രാഷ്ട്രീയത്തിനോട് ചാരിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു റീച്ച് കിട്ടൂ എന്ന് മനസ്സിലാക്കിയിട്ടാവണം അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇത്തരം സംഘടന അച്ചടക്ക ലംഘനത്തെ ഒന്നും ലീഗുകാരും പിന്തുണക്കൂല. ലീഗ് പിന്തുണക്കൂല. ഏതെങ്കിലും കാരൻ പിന്തുണച്ചാൽ ചിലപ്പോൾ പറയാനും പറ്റൂല. അത് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ പോലെ ലീഗ് കാരൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്തുണച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ലീഗ് അതിനൊന്നും പിന്തുണക്കൂല. ലീഗിൻ്റെ നയം അതല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും കാരന്മാരങ്ങനെ പിന്തുണച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. ലീഗിനെ ഇതിലേക്ക് വലിച്ചയക്കേണ്ട ആവശ്യവുമില്ല. കാരണം ലീഗിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വേറൊരു മേഖലയാണ്.
അപ്പോൾ ഇതിലേക്ക് രാഷ്ട്രീയത്തെ ഇങ്ങനെ വലിച്ചയച്ച് പിന്നെ ഈ മാധ്യമങ്ങളിങ്ങനെ പൊടിപ്പും തുങ്ങലും വെച്ച് ഇപ്പോൾ പൊട്ടും എന്ന രീതിയിൽ ഇങ്ങനെ ഊതി ഉയർപ്പിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അപ്പോൾ അത് വാസ്തവവിരുദ്ധമാണ് ഈ വാർത്തയിൽ ആ ഒരു ഭാഗം മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളും സത്യമാണ്. അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായിട്ട് അത് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായ തീരുമാനം എടുത്തു. അത് പിന്നെ അദ്ദേഹത്തെ സമസ്ത കേന്ദ്ര മുഷാവറ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്ന് ജില്ലാ മുഷാവറ അടക്കമുള്ള സ്ഥാനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ജാമിയ നൂരിയയിൽ അദ്ദേഹം മുദരിസാണ്. ആ ജാമിയ നൂരിയയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ജാമിയക്ക് കത്ത് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ മുഷാവറയുടെ തീരുമാനം. പിന്നെ ചില സഹോദര സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അയാളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് അയാളെ പുറത്താക്കാൻ കഴിയില്ല, അങ്ങനെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അവരോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു അജയ്യമായ പ്രസ്ഥാനമാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ മശായിഖന്മാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായിട്ട് ഒരു ശുദ്ധീകരണം നടത്തേണ്ടത് എപ്പോഴാണോ അപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ ആ മഹാന്മാർക്ക് സാധിക്കുമെന്നതാണ്. അത് കാലങ്ങൾ തെളിയിച്ച കാര്യമാണ്. കാലം തെളിയിച്ച കാര്യമാണ്. അതൊക്കെ എങ്ങനെ അപ്പോൾ സാധിക്കുന്നു എന്നത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈയിടെയായി ഈ വിഷയത്തിൽ തന്നെ പുറത്താക്കപ്പെട്ട മൂന്നാമത്തെ വ്യക്തിയാണല്ലോ ഇദ്ദേഹം. ആദ്യം ഹക്കീം ഫൈസിയാണ് പുറത്താക്കപ്പെട്ടത്. ഹക്കീം ഫൈസി പുറത്തു പോയതിനു ശേഷം മാധ്യമങ്ങൾ കൊടുത്തൊരു ബൈറ്റിൽ അദ്ദേഹം വളരെ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ പറയുന്നുണ്ട്, അശുദ്ധിയല്ലേ അവിടെ നടന്നത്, സമസ്തയിൽ ഒരു ശുദ്ധി കലശം ആവശ്യമാണ് എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അശുദ്ധമായതിനൊക്കെ ഇപ്പോൾ പുറത്തിട്ടു, അശുദ്ധമായതിനെ പുറത്തിട്ടു. ഹക്കീം ഫൈസിയുടെ ഭാഷ പ്രകാരം അശുദ്ധമായതിനെ പുറത്തിട്ട് ഒരു ശുദ്ധി കലശം നടത്തി. ഇപ്പോൾ ഒരു ശുദ്ധി കലശം നടത്തിയതിന് ആവശ്യമാകുന്ന സമയത്ത് ഇതുപോലെ ശുദ്ധി കലശം നടത്തും. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ആളുകളൊന്നും ഹക്കീം ഫൈസി ഒഴികെയുള്ള ആളുകൾ, പുറത്താക്കപ്പെട്ട ആളുകളൊന്നും സ്വയം അവർ എടുത്തു ചാടിയതല്ല, പിന്നെ ഉന്തിയിട്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഈ ഹംസ ഫൈസിയെ പിന്നിൽ നിന്ന് ഉന്തിയിട്ടത് വാഫി അലുമിനിയാണ്. അവർ ഇദ്ദേഹത്തെ അതിനു വേണ്ടി ചട്ടം കൊണ്ടുവന്ന് ഉന്തിയിട്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് അതാണ് സംഭവിച്ചതെന്ന്. കൃത്യമായിട്ട് അതാണ് സംഭവിച്ചത്. ഇനി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ ഒരു സ്ഥാനത്ത് നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമല്ലേ, ഒരു പദവിയല്ലേ ഒരു മനുഷ്യനൊരു പണ്ഡിതനെ സംബന്ധിച്ച്. അദ്ദേഹത്തെ സംബന്ധിച്ച് കേന്ദ്ര മുഷാവറയിലേക്ക് വരെ പരിഗണിക്കപ്പെടേണ്ടുന്ന വ്യക്തിയായിരുന്നു. ഒരു തവണ അങ്ങനെ ചർച്ച പോലും വന്നിട്ടുണ്ട്. ഒരു തവണ അങ്ങനെ ശക്തമായ ചർച്ച വന്നിട്ടുണ്ട് ഈ പുറത്താക്കപ്പെട്ട വ്യക്തിയെ. പക്ഷേ അന്നെന്തോ ഒരു കാരണത്താൽ, അള്ളാഹുവിൻ്റെ ഒരു കുദറത്തായിരിക്കാം, മറ്റൊരാളെ എടുക്കാനുണ്ടായത്. ജാമ്യയിൽ നിന്ന് തന്നെ മറ്റൊരാളെ മുഷാവറയിലേക്ക് എടുക്കുകയാണ് അന്നുണ്ടായത്. നോക്കൂ നിങ്ങൾ. അപ്പം അത്രയും ആ പോയിന്റിലെത്തിയ ഒരാളാണ് ഇദ്ദേഹം. ആ ഒരു ഖദർ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര മുഷാവറയിലേക്ക് എത്താമായിരുന്നല്ലോ. മഹത്വവും ആ ഒരു പ്രാധാന്യവും അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? ശരിക്ക് ഇവരുടെ അജണ്ട നടപ്പാക്കാൻ ആണെങ്കിൽ പോലും അങ്ങനെയല്ലേ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചിന്തിക്കേണ്ടിയിരുന്നത്. അതാണ് അല്ലാഹു തആല കൊളത്തിട്ട് എന്ന് പറയുന്നത്. ഇതേ പ്രകാരം തന്നെയാണ് മുസ്തഫൽ ഫൈസിയുടെ കാര്യം. മുസ്തഫൽ ഫൈസിയെ കുഴിയിലിറക്കിയത് ആരാണ്? SMF, സുഹാബി മഹൽ ഫെഡറേഷൻ, ഇപ്പോഴത്തെ ആ SMF. അവർ ഒരു വേദി കൊടുത്തിട്ട് പരമാവധി മൂച്ചിമ കയറ്റിയിട്ട് തങ്ങൾ ഉസ്താദിനെതിരെ അങ്ങ് തുറന്നടിച്ച്. അതൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ, ഈ CAC വിഷയത്തിൻ്റെ ഉപോത്ബലകമായി സംഭവിച്ചതാണിതൊക്കെ. അപ്പോൾ ഈ മുസ്തഫൽ ഫൈസിയെ പോലും തിരിച്ചെടുപ്പിക്കാൻ പല തവണ ഇവർ ശ്രമിച്ചു എന്നല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ. ആ മുസ്തഫൽ ഫൈസി ഇപ്പോഴും പുറത്താണ്. അദ്ദേഹത്തെ ഒന്ന് എടുപ്പിക്കാൻ വേണ്ടി ഇവർക്ക് പല ഇടപെടലുകളും നടത്തി നോക്കി. പല ബാഹ്യശക്തികളെ കൊണ്ടും ഇടപെടിച്ചു. എന്നിട്ടൊന്നും നടന്നിട്ടില്ല. അത് തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. സമസ്തയുടെ
ആ ഒരു ബോഡിയിലേക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇലാഹിയായ ഒരു തൗഫീഖാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതും അങ്ങനെ ഒരു നിർഭാഗ്യമാണ്. തൗഫീഖ് എന്നതിന് പറയാൻ പറ്റില്ലല്ലോ, ഒരു നിർഭാഗ്യമാണ്. അതിനും അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ സമസ്തയുടെ സെക്രട്ടറി ആരാകും, അതിലൊന്നും നമ്മൾ സമസ്തയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ ആ സമസ്തയുടെ പോസ്റ്റിലേക്കാണ്ട് വരുമ്പോൾ സെക്രട്ടറി ആവും. അതാണ് കഴിഞ്ഞ കാല പാരമ്പര്യം. സമസ്തൻ്റെ ആ പോസ്റ്റിലേക്ക് ഒരാളാണ്ട് വരുമ്പോൾ സെക്രട്ടറി ആവും. അദ്ദേഹം അതിന് ഇപ്പോൾ യോജിച്ച ആളല്ല എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ആളാണെങ്കിൽ പോലും അതിനങ്ങോട്ട് പാകപ്പെടും. അദ്ദേഹം ഒരു സെക്രട്ടറിയായി, അനുയോജ്യനായ സെക്രട്ടറിയായി മാറും. അങ്ങനെയാണല്ലോ കാലം തെളിയിച്ചത്. അതേപോലെ തന്നെ ഓരോ സ്ഥാനങ്ങളിലേക്കും അതിന് പറ്റിയ ആളുകളെ, അല്ലെങ്കിൽ അതിന് പാകപ്പെടുത്താൻ പറ്റിയ ആളുകളെ അള്ളാഹു തആല കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു നിലക്കും അതിനെ സ്വാധീനിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന അജയ്യമായ ആ പ്രസ്ഥാനത്തെ സ്വാധീനിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കൃത്യമായി അത് അതിൻ്റെ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഒരു വർഗീയ വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമോ ഭീകരവാദമോ തീവ്രവാദമോ ഒന്നും ആരോപിക്കപ്പെടുക പോലും ചെയ്യാത്തൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇവിടുത്തെ മത ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എത്രമാത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഓരോ ഹൈന്ദവനും അറിയാം, ക്രിസ്ത്യനും അറിയാം, മറ്റുള്ള മതക്കാർക്കൊക്കെ അറിയാം, മുസ്ലിങ്ങളെക്കാൾ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇതൊന്നും, ഈ ആരോപണങ്ങളോ മറ്റൊന്നും വരാത്തത് അത് കൃത്യമായ അതിൻ്റെ റൂട്ടിൽ അത് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഓരോ വിധികൾ ഇതുപോലെ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ ചില ആളുകൾ ആരോപിക്കുന്നുണ്ട് ഷജറകളാണ് സമസ്തനെ നിയന്ത്രിക്കുന്നത്. ഷജറകൾ പറയുന്നത് പോലെയാണ് സമസ്ത പോകുന്നത്. അത് നിങ്ങളുടെ വിഡ്ഢിത്തം മാത്രമാണ്. കാരണം നമുക്കറിയാം ഒരു കാര്യം, അതിൻ്റെ കാര്യകാരണങ്ങൾ കാണുമ്പോൾ നമുക്കറിയില്ല എങ്ങോട്ടാണ് പോണത്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള സംസാരം മാത്രമാണിത്. അല്ലാതെ സമസ്തനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയും താഴെ തട്ടിലുള്ള സാധാരണ ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തകന്മാരുണ്ട്. അവരെ അത്ര പോലും യോഗ്യത ഇല്ലാത്ത ആളുകളാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഈ ചാനലിലൂടെ നമ്മളിങ്ങനെ കാര്യം പറയും. ഒരു കാര്യം എനിക്കറിയാം, സമസ്ത ഹക്കാണ്, ഞങ്ങൾ ഹക്കിൻ്റെ കൂടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആ ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ആ ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് മുൻകൂട്ടി ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. അത്രമാത്രം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.